കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പീസ് പ്രോസസ് അതിനെ ഒറ്റ വാക്കുകൊണ്ട് തള്ളിക്കളയാനാകും. ചില സത്യങ്ങളും അർത്ഥസത്യങ്ങളും നട്ടാൽ മുളയ്ക്കാത്ത നുണകളും എല്ലാമാണ് ട്രംപ് പറയുന്നത്. സമാധാനം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നാവിൻ തുമ്പിലെ വികട സരസ്വതി വിളയാട്ടം നിർത്തിയേ പറ്റൂ. ഗൺ പോയിന്റിൽ നടക്കുന്ന ചർച്ചയല്ലേ. ഇറാൻ തെളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ട് ചർച്ചകൾ നടക്കില്ല. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതുവരെയുള്ള വാർത്തകളും പ്രസ്താവനകളും പരിശോധിച്ചാൽ ഇറാൻ US ചർച്ചകൾക്കുള്ള സാധ്യത പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. സമാധാന ചർച്ചകൾക്കുള്ള വട്ടം കൂട്ടിക്കൊണ്ടിരിക്കെ തന്നെ ഇറാനും ട്രംപും വാക്പോര് നടത്തിയത് മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇനി പാകിസ്ഥാനിൽ 2ാം റൗണ്ട് ചർച്ച നടന്നാലും അതിൽ സമവായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് US വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. സമാധാന ചർച്ച 2ാം വട്ടം ഉണ്ടാകുമെങ്കിൽ അത് പൂർണ്ണ പരിസമാപ്തിയിലെത്തുമോ, ഫലപ്രാപ്തിയിലെത്തുമോ? ഇതാണ് ചോദ്യം. ഇതിന് ഏറ്റവും വലിയ വിഘാതമായി ഇപ്പോൾ കണ്ടത് അമേരിക്കയുടെ ആത്യന്തിക ഉദ്ദേശ ലക്ഷ്യങ്ങളോ ഇറാൻ്റെ ഡിഫൻസ് പ്ലാനോ ഒന്നുമല്ല. ഇറാൻ്റെ ഭാഗത്തു നിന്നും ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നിരന്തരമായ വാഗ്ധോരണികളാണ്. യാതൊരു മയവുമില്ലാതെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു സമാധാന പ്രക്രിയ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പീസ് പ്രോസസ് അതിനെ ഒറ്റ വാക്കുകൊണ്ട് തള്ളിക്കളയാനാകും. ഇത് കൂടുതലും ചെയ്തിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. ഇറാൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ള മറുപടിയാണ് എപ്പോഴും വന്നിട്ടുള്ളത്. ഡൊണാൾഡ് ട്രംപ് ആദ്യം പറഞ്ഞു, ഇപ്പോൾ ഈ സമീപകാലം തന്നെ എടുക്കാം, ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു എന്ന് പറഞ്ഞപ്പോൾ ട്രംപ് വല്ലാത്ത രീതിയിലാണ് അതിനോട് പ്രതികരിച്ചത്. ഹോർമൂസ് കടലിടുക്കിൽ തങ്ങൾ ആധിപത്യം സ്ഥാപിക്കും, അതുമാത്രമല്ല ഇറാൻ്റെ മേലുള്ള നാവിക ഉപരോധം തുടരും, മാത്രമല്ല ഇറാൻ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ സർവനാശം തങ്ങൾ നടത്തും. അതിന് മുൻപ് തന്നെ പറഞ്ഞതാണ്, ഇറാൻ ജനതയെ ഉന്മൂലനം ചെയ്യും, ഒരു സിവിലൈസേഷനെ തന്നെ, ഒരു സംസ്കാരത്തെ തന്നെ ഭൂമുഖത്തിൽ നിന്നും തുടച്ചു നീക്കും, പാലങ്ങളും ജീവിത ഉപാധിയായ ഊർജ്ജ നിലയങ്ങളും എല്ലാം തന്നെ തങ്ങൾ തച്ചു തകർക്കും, ശിലായുഗത്തിലേക്ക് ഇറാനെ പറഞ്ഞു വിടും. ഇതെല്ലാം പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടാത്ത വർത്താനം. അതുപോലെ തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്, ഇറാൻ്റെ പക്കലുള്ള ആണവ ശേഖരം സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് അമേരിക്കയിലേക്ക് കൊടുത്തു വിടാമെന്ന് ഇറാൻ്റെ നേതൃത്വം സമ്മതിച്ചു. അത് പച്ചക്കള്ളമായിരുന്നു. ഇറാൻ അത് പിന്നീട് പറയുകയും ചെയ്തു, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ആ വിഷയത്തെക്കുറിച്ച് ചർച്ചയെ നടന്നിട്ടില്ല. അപ്പോൾ എന്തുദ്ദേശിച്ചാണ് ട്രംപ് പറഞ്ഞത്? അപ്പോൾ ചില സത്യങ്ങളും അർത്ഥസത്യങ്ങളും നട്ടാൽ മുളയ്ക്കാത്ത നുണകളും എല്ലാമാണ് ട്രംപ് പറയുന്നത്. ഈ പറയുന്നതെല്ലാം തന്നെ ഒരു വീരവാദത്തിൻ്റെ അല്ലേ, ഒരുതരം ജിങ്കോയിസം, വീരവാദം, വമ്പ് പറച്ചിൽ, ഇതെല്ലാമാണ് ട്രംപിൻ്റെ ഒരു രീതി. ഈ രീതിയിൽ ഒരാൾ പറയുമ്പോൾ, അത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് പറയുമ്പോൾ, മറുപക്ഷത്ത് സ്വാഭാവികമായി പ്രതികരണം ഉണ്ടാകും. അമേരിക്കൻ കപ്പലുകളെ തങ്ങൾ ഹോർമൂസിൽ മുക്കും, അമേരിക്കയ്ക്ക് ശക്തമായ മറുപടി നൽകും, അമേരിക്ക ഡെഡ് ബോഡീസ് ആയിരിക്കും ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഈ രീതിയിലാണ് കരയുദ്ധത്തിനായി തങ്ങൾ കാത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറാൻ്റെ ഭാഗത്തും ഉണ്ടാകും. അതുകൊണ്ട് വേണ്ടതെന്താണ്? ആദ്യപടി സമാധാനം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നാവിൻ തുമ്പിലെ വികട സരസ്വതി വിളയാട്ടം നിർത്തിയേ പറ്റൂ. നിർബന്ധിതമായി അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നാക്കിന് കത്രികപ്പൂട്ട് വീണെങ്കിലേ പറ്റൂ. അത് അമേരിക്കൻ സംവിധാനം വിചാരിച്ചാൽ സാധിക്കുമോ എന്നറിയില്ല. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഓഫീസ് വളരെ പവർഫുള്ളാണ്. അദ്ദേഹം എന്ത് പറയുന്നു എന്ന് തീരുമാനിക്കാൻ മറ്റ് ആർക്കും ഒരുപക്ഷെ കഴിയില്ല. പരമാവധി കഴിയുന്നത് ഈ അമേരിക്കൻ പ്രസ് സെക്രട്ടറി കരൽ ലെവിറ്റിന് ഒരുപക്ഷെ ഇതിനൊന്നും മയപ്പെടുത്തി പറയാൻ കഴിയും. അല്ലെ ട്രംപ് പറഞ്ഞത് ഇന്നത് ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ഭരണകൂടത്തിലെ ആളുകൾക്ക് ഒന്നും മയപ്പെടുത്തി പറയാൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. അവിടാണ് ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇറാൻ ശക്തമായി പ്രതികരിക്കുന്നതിൻ്റെ അടിസ്ഥാനം, ഒരു വശത്ത് ചർച്ച നടക്കുന്നു, മറുവശത്ത് വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം, ഈ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ ചർച്ച പൊളിയുന്ന ആ നിമിഷം പൂർണ്ണ തോതിൽ തങ്ങൾ ആക്രമണം നടത്തും എന്ന് പറയുമ്പോൾ ഇത് ഗൺ പോയിന്റിൽ നടക്കുന്ന ചർച്ചയല്ലേ. ഇറാൻ തെളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ട് ചർച്ചകൾ നടക്കില്ല.
ചർച്ച നടക്കണമെങ്കിൽ അതിനുള്ള സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകണം. ഭീഷണി പ്രയോഗങ്ങൾ നിർത്തിവെക്കണം. അമേരിക്കൻ സേനാ സാന്നിധ്യം അവിടുന്ന് മാറണം. അതുമാത്രമല്ല, ഉപരോധം കൊങ്ങായ്ക്ക് പിടിച്ചിട്ട് ഉപ്പ് വയ്പ്പിക്കാൻ പറ്റുമോ? ഇത് കൊങ്ങായ്ക്ക് പിടിക്കുന്നത് പോലെയല്ലേ. ഇറാനിലേക്ക് കപ്പലുകൾ കടത്തിവിടില്ല. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെ നാവിക ഉപരോധമാണ്. ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുപോകാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം എണ്ണ പോകുന്ന കപ്പലാണ്, ചരക്ക് കപ്പലാണ് അമേരിക്ക തട്ടിയെടുത്തു എന്ന് പറയുന്നതല്ലേ ശരി. അതിൻ്റെ അമേരിക്കൻ സേനകൾ, അമേരിക്കൻ ഗൺബോട്ടുകളും അമേരിക്കൻ ഡിസ്ട്രോയേഴ്സും ഇതിന് ചുറ്റും വരികയും ആ കപ്പലിനെ പ്രതിരോധത്തിലാക്കുകയും ആ കപ്പലിൻ്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ഇറാൻ അതിനെ വിളിച്ചു പൈറസി. ഇത് കടൽ കൊള്ളയല്ലേ. ഒരു ചരക്ക് കപ്പലില്ലേ, യുദ്ധക്കപ്പലല്ലെന്ന് ഓർക്കണം. യുദ്ധക്കപ്പലാണെങ്കിൽ ആക്രമിക്കാം, അത് മുക്കാം, അതൊക്കെ യുദ്ധത്തിൻ്റെ ഭാഗമാണ്. ഇത് ചരക്ക് കപ്പലിനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടിയിരുന്നൊരു കാര്യമാണ്. നാവിക ഉപരോധത്തിൽ ലേശം ഇളവുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം ചർച്ചകൾ, വളരെ ശക്തമായ ചർച്ചകൾ നടക്കുമായിരുന്നു. അതുകൊണ്ട് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന നിലയിൽ യാതൊരു നീതീകരണവുമില്ലാത്ത ഒരു കാര്യമാണ് പൂർണ്ണമായ ഒരു യുദ്ധ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് ചർച്ചകൾ. ഒരുപക്ഷെ അമേരിക്ക യുദ്ധ ഒരുക്കങ്ങളിൽ നിന്നും ലേശം പിന്നോട്ട് പോകുന്നതായി ടാൻജിബിളായി ഇറാനെ വിശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് തങ്ങൾ വരില്ല എന്ന കഠിന നിലപാടൊന്നും ഇറാൻ എടുത്തതായി അറിവില്ല. അതുകൊണ്ട് ഇറാനും ഒരുപക്ഷെ എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തണം. ഇറാൻ എണ്ണ സമ്പന്നമായ രാജ്യമാണ്. ആ എണ്ണ പുറം ലോകത്ത് വിൽക്കണമെങ്കിൽ, പണം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? സമാധാനം വേണം, ഉപരോധം ഒഴിവാക്കണം. ഉണ്ട്. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഇറാൻ്റെ ശ്രദ്ധ ചർച്ചയിലെ പ്രധാന വിഷയമായി വരുന്നത് ഈ ഹോർമൂസ് ഉപരോധം, ആണവ വിഷയവും എല്ലാം തന്നെ രണ്ടാമതേ വരൂ. ആദ്യ കണ്ടീഷനായി വെക്കുന്ന നിങ്ങൾ പ്രഖ്യാപിച്ച ഉപരോധം നിങ്ങൾ പിൻവലിക്കൂ, മറ്റെല്ലാം ഞങ്ങൾ ചെയ്തു തരാം എന്നേ പറയൂ ഇറാൻ. അതല്ലേ അതിൻ്റെ ന്യായം? എത്ര വർഷമായി തുടരുന്ന ഉപരോധമാണ്, ഇപ്പോൾ കൂടുതൽ കടുപ്പിച്ച ഉപരോധമാണ്. ആ ഉപരോധത്തിൽ നിന്നും മാറ്റം വരുമ്പോൾ മറ്റെല്ലാം തന്നെ ഓപ്പൺ അപ്പ് ചെയ്തു വരും എന്ന ശുഭാപ്തി വിശ്വാസം ലോകത്തിനുണ്ട്. അതുകൊണ്ട് ആണവ ഇന്ധനമൊക്കെ ഇറാൻ ഒരു പക്ഷേ ആ രീതിയിൽ കടുംപിടുത്തം ഉണ്ടാകില്ല. ഇറാന് 60% സമ്പുഷ്ടീകരിച്ച ആണവ ഇന്ധനം ഈ പൂർണ്ണമായി മിസൈലുകളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ടെക്നോളജി ഒരുപക്ഷെ കണ്ടേക്കാം. പക്ഷേ അതിനുള്ള സാഹചര്യം ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടാവില്ല. ഇത് ഇറാന് നന്നായിട്ടറിയാം. അതുകൊണ്ട് പരമാവധി ചർച്ചയിൽ വരാൻ പോകുന്നത് ഒരുപക്ഷെ ചൈനയിലേക്കോ റഷ്യയിലേക്കോ ഇറാൻ തീരുമാനിക്കുന്ന ഒരിടത്തേക്ക് അത് മാറ്റാനുള്ള, ഇറാൻ്റെ ഭൂമിയിൽ നിന്നും അതെങ്ങോട്ടെങ്കിലും സുരക്ഷിതമായി മാറ്റാനുള്ള കാര്യം. കാരണം അതിൻ്റെ മേൽ അമേരിക്കയ്ക്ക് അവകാശവാദം ഉന്നയിക്കാനൊന്നും പറ്റില്ലല്ലോ. അമേരിക്കയിലേക്ക് തന്നെ മാറ്റണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ IAEAക്ക് അത് കൈമാറുന്നു. ഇൻ്റർനാഷണൽ ആണവോർജ്ജ ഏജൻസി അവർ തീരുമാനിക്കട്ടെ എങ്ങോട്ട് മാറ്റണം. ഒരു ന്യൂട്രൽ ഇടത്തേക്ക് മാത്രമേ അത് മാറ്റാൻ പറ്റൂ. അതുമാത്രമല്ല, ഇറാൻ്റെ സമ്പുഷ്ടീകരണ പ്രക്രിയ തുടരാൻ കഴിയണം. അത് ആണവ ആയുധം നിർമ്മിക്കാൻ വേണ്ടിയല്ല. 3.6% സമ്പുഷ്ടീകരണം അനുവദനീയമാണ്. അത് അന്താരാഷ്ട്ര പ്രോട്ടോക്കോളൊക്കെ അത് പറയുന്നുണ്ട്. അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലോ ഒബാമയുടെ ഭരണകാലത്ത് 2015 ആ ഒപ്പിട്ടത് അങ്ങനെയാണല്ലോ. അതിനുശേഷം ഉപരോധം പിൻവലിച്ചു. 2015 മുതൽ 18 വരെയുള്ള കാലത്ത് ട്രംപ് പിന്നീട് അധികാരത്തിൽ വന്ന് ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നത് വരെ ഇറാൻ്റെ എണ്ണ വിൽക്കാമായിരുന്നു വെളിയിൽ. ആ സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയണം. അപ്പോൾ ലോകം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഉണ്ടാവും. മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്, വൈ ഡിഡ് യു യൂണിലാറ്ററലി വിഡ്രോ ഫ്രം ദാറ്റ് ഡീൽ? ഇറാനും അമേരിക്കയും തമ്മിൽ, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ ഇവരുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ച ഇറാൻ്റെ ആണവ കരാർ അത് തുടർന്നാൽ മതിയായിരുന്നല്ലോ. എന്തിന് പിന്നെ അതിൽ നിന്നും പിന്നോട്ട് പോയി? അപ്പോൾ ട്രംപ് പറയും ഇറാൻ ആണവ സമ്പുഷ്ടീകരണമായിട്ട് മുന്നോട്ട് പോയി. അതിന് ചില ഉറപ്പുകളാണ് വേണ്ടത്. ഇനി പോകില്ല എന്ന ഉറപ്പുകളും അത് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ ആണവ വിഷയം പരിഹരിക്കപ്പെടും. ഉപരോധവും ഹോർമോസ് കടലെടുക്കലെ ബ്ലോക്കേഡും എല്ലാം മാറുകയും ആണവ വിഷയത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്താൽ പിന്നെ ബാക്കി കിടക്കുന്ന 1-2 വിഷയമേ ഉള്ളൂ. അത് ഇറാൻ ഹൂതികളെ സഹായിക്കുന്നു, ഹമാസിനെ സഹായിക്കുന്നു, ഹിസ്ബുള്ളയ്ക്കുള്ള സഹായം, ഇതെല്ലാം നിർത്തിവെക്കാമെന്ന് തത്വത്തിൽ അംഗീകരിച്ചാൽ മതിയാകും. അവിടെയാണ് പരിഹാരം കിടക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ എൻ്റെ സുചിന്തിതമായ അഭിപ്രായം, 1-ാം ഘട്ടം, ഹോർമോസ് തുറക്കുന്നതിന് മുൻപുള്ള 1-ാം ഘട്ടം, ഇറാനെതിരെയുള്ള നാവിക ഉപരോധം പിൻവലിക്കുന്നു, അല്ലെങ്കിൽ ലേശം ഇളയ്ക്കുന്നു, അല്ലെങ്കിൽ ഉപരോധത്തിന് കുറച്ച് ദിവസത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നു. ഇത് മാത്രം മതിയാകും ചർച്ചാവേദിയിലേക്ക് ഇറാൻ എത്താൻ. അത് മാത്രം മതിയാകുമെന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ ഇറാനുമായി സംഘർഷം തുടരുമെന്ന സൂചന ഇസ്രായേൽ നൽകിയത് യുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്ക ഉയർത്തുന്നുണ്ടോ? ഇസ്രായേലും US-ഉം ക്രൂരതയ്ക്കെതിരായ പോരാട്ടത്തിലാണെന്നാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസവും വാദിച്ചത്. 2 ആഴ്ച മുമ്പ് ഇറാനിൽ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം ഇസ്രായേൽ പുതിയ ആക്രമണങ്ങളൊന്നും നിലവിൽ ഇതുവരെ നടത്തിയിട്ടില്ല. വെടിനിർത്തൽ കാലാവധി അവസാനിക്കാൻ ഇസ്രായേൽ കാത്തിരിക്കുകയാണ് എന്നാണ് പല അന്താരാഷ്ട്ര വിദഗ്ധരും ഇതിനെ വിലയിരുത്തിയത്. ഇക്കാലയളവിൽ ആക്രമിച്ചാൽ അത് കരാർ ലംഘനമാകും എന്ന്
ഇസ്രായേൽ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മൗനം പാലിക്കുകയാണ് എന്നാണ് പലരും പറഞ്ഞത്. പക്ഷേ 10 ദിവസത്തെ വെടിനിർത്തലിന് സംബന്ധിച്ചതിനെ തൊട്ടു പിന്നാലെയാണ് തെക്കൻ ലെബനാനിലെ ഖഫർ കേല മേഖലയിൽ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തിയത്. ശരിക്കും ഈ ഒരു സമയത്ത് ഇസ്രായേലിന്റെ മനസ്സിൽ എന്തായിരിക്കും ഇനി ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്? ഇസ്രായേൽ അനുഭവിക്കുന്ന സുരക്ഷാ ഭീഷണിയെക്കുറിച്ച് നാം പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഏറെ സംസാരിച്ചിട്ടുള്ളതാണ്. അതൊരു റിയലിസ്റ്റിക് ആണ്. പല രീതിയിലാണ് ഇറാനിൽ നിന്നുള്ള ഭീഷണി എന്നതിനേക്കാൾ കൂടുതൽ നിരന്തരം ഹിസ്ബുള്ള, വടക്കൻ ഭാഗമാണല്ലോ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ തെക്കൻ ലെബനൻ. അപ്പം ഇസ്രായേലിൻ്റെ വടക്കൻ മണ്ണിലേക്ക് നിരന്തരം ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം വേണം. ഈ ശാശ്വത പരിഹാരം എന്നത് ഒരുപക്ഷെ മരീചികയായിരിക്കാം, പക്ഷേ പരിഹാരം ഉണ്ടാകണം. തൽക്കാലത്തേക്കെങ്കിലും അതിലൊരു പരിഹാരം ഉണ്ടാക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് പല ആവർത്തി വെടിനിർത്തലുണ്ടായി. 2024 ഒരു വെടിനിർത്തലുണ്ടായി. അതിനുശേഷം ശാന്തതയായിരുന്നു. ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം പുനരാരംഭിച്ചപ്പോൾ വീണ്ടും ഹിസ്ബുള്ളയുമായി പുതിയൊരു പോർമുഖം, ആ ഒരു മറവിൽ, ആ ഒരു ലോക ശ്രദ്ധ മുഴുവൻ ഇറാനിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ ആരും അധികം ശ്രദ്ധിക്കാതെ കിടന്ന ലെബനനിലേക്ക് വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തുകയും ലെബനൻ്റെ പ്രദേശത്തിൻ്റെ ഒരു 10-1 കൈവശപ്പെടുത്തുകയും ചെയ്തു. അതിനെയൊക്കെ ഒരു ബഫർ സോണാക്കി മാറ്റിയെടുക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക ബ്രോക്കേർഡ് പീസ് പ്രോസസ് നടക്കുകയാണ് അവിടെ. അതായത് അമേരിക്കയാണ് പറഞ്ഞത് ഇസ്രായേലിനോട്, നിങ്ങൾ പിൻവാങ്ങൂ, ലെബനനിൽ നിന്നും നിങ്ങൾ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ കൊണ്ടുവരൂ. അപ്പോൾ അത് ഇസ്രായേൽ അനുസരിച്ചു. അത് തൽക്കാലത്തേക്ക് മാത്രം 10 ദിവസത്തേക്ക് ഉള്ള വെടിനിർത്തൽ തുടരുന്ന സ്ഥിതിക്ക്, അതും ഇൻ ടാൻഡം വിത്ത് ദി സീസ് ഫയർ ഇൻ ഇറാൻ അമേരിക്ക വാർ, ഇത് രണ്ടും ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതിൽ നിന്നും ഏത് നിമിഷവും പിന്നാക്കം പോകാൻ ഇസ്രായേൽ ഒരുക്കമാവും. പക്ഷേ ഇസ്രായേലിനെ പിന്നോട്ടടിക്കുന്ന വിഷയം അത്യധികമായി അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ഡീലിൽ എത്തിച്ചേരുക. ഇസ്ലാമാബാദിൽ നടക്കുമെന്ന് കരുതപ്പെടുന്ന ചർച്ച ഏതെങ്കിലും കാരണവശാൽ നടക്കുമെങ്കിൽ ആ ചർച്ചയുടെ ഒരു കണ്ടീഷൻ, ഒരു കാരണവശാലും ഇസ്രായേലും ലെബനനും തമ്മിൽ യുദ്ധം ഉണ്ടാവരുത്. ആ യുദ്ധസമയത്ത് ഇറാൻ അമേരിക്കയോട് സംസാരിക്കാൻ ഇസ്ലാമാബാദിൽ എത്തില്ല എന്ന് മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വളരെയധികം ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക ഇതെല്ലാം ചെയ്യുന്നത് എന്നതാണ് പൊതുനിരീക്ഷണം. ഇറാനെ അമേരിക്ക ആക്രമിച്ചത് തന്നെ ഇസ്രായേലിൻ്റെ ആത്യന്തിക സുരക്ഷ എന്നതാണല്ലോ. അത് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ എന്നതിനേക്കാൾ കൂടുതൽ ഇസ്രായേലിൻ്റെ സുരക്ഷ, ഇറാനിൻ്റെ ആണവായുധങ്ങളിൽ നിന്നും ഇസ്രായേലിന് പെർമനൻ്റായ സംരക്ഷണം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്തതാണ്. സോ ദ ഫസ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ ഇൻ ദിസ് വാർ ഈസ് ഡെഫിനറ്റ്ലി ഇസ്രായേൽ. ഇസ്രായേലാണ് സ്റ്റേക്ക് ഹോൾഡർ, അമേരിക്കയല്ല സ്റ്റേക്ക് ഹോൾഡർ. ഇറാനും ഇസ്രായേലും തമ്മിൽ തന്നെയാണ് യഥാർത്ഥത്തിലെ പോരാട്ടം. ആ പ്രദേശത്തെ ആധിപത്യത്തിന് വേണ്ടി ഇറാൻ ശ്രമിക്കുന്നു, ഇസ്രായേൽ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ ഈ ഗൾഫ് രാജ്യങ്ങൾ അവിടെ ഒരു സെക്കൻഡറി റോളാണ്. ദേ പ്ലേ സെക്കൻഡ് ഫിഡിൽ ടു ദ അമേരിക്കൻ സ്കീം ഓഫ് തിങ്സ് ഓർ ഈവൻ ഇസ്രായേലി സ്കീം ഓഫ് തിങ്സ്. അങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്. ഇവിടെ രണ്ട് ശക്തികൾ, അതായത് അമേരിക്ക ഇസ്രായേൽ മേധാവിത്വത്തിനും വഴങ്ങാതെ ആ പ്രദേശത്ത് നിൽക്കുന്ന ഏക രാജ്യം ഇറാനാണ്. അതുകൊണ്ട് ഇറാനെ കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭദ്രം. ഇതാണ് ഇസ്രായേലിൻ്റെ ചിന്ത. മറുവശത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പൂർണ്ണമായി ഫിനിഷ് ചെയ്താൽ പിന്നെ അമേരിക്കൻ സൈന്യത്തിന് പോലും അവിടെ പ്രസക്തി ഇല്ലാതാകും എന്നതുകൊണ്ട് ഒരു രഹസ്യ അജണ്ടയുണ്ട്. അത് ഇസ്രായേലിൻ്റെ അജണ്ട അല്ല, അമേരിക്കയുടെ രഹസ്യ അജണ്ടയാണ്. ഇറാൻ ഒരു ശക്തിയായി നിലനിൽക്കണം, ഭാവിയിലും ഒരു ചെറിയ ഭീഷണിയെങ്കിലും ഉണ്ടാകണം, അല്ലെങ്കിൽ തങ്ങളുടെ സൈന്യങ്ങൾക്ക് ഗൾഫ് നാടുകളിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നേക്കാം. ഇപ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ അവിടെ നിൽക്കുന്നു തങ്ങളുടെ സൈന്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം സങ്കീർണമായ കാര്യമാണ്. അതുകൊണ്ട് ഇസ്രായേൽ പൂർണ്ണമായി യുദ്ധവിരാമത്തിന് തയ്യാറാവുമോ? അമേരിക്കയും ഇറാനും തമ്മിൽ കരാർ ഉണ്ടായാൽ പോലും ഇസ്രായേൽ തുടർന്നും ലെബനനെ ആക്രമിക്കുന്ന ഒരു രീതിശാസ്ത്രം തുടരുകയാണെങ്കിൽ ഇറാൻ ഒരിക്കൽ കൂടി രംഗത്ത് വന്നുകൂടായികയില്ല. അതുകൊണ്ട് ശാശ്വതമായ പരിഹാരമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇസ്രായേലിനെ കൂടെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട്, ഇസ്രായേലിനെ കൂടെ പങ്കാളിയാക്കിക്കൊണ്ട് ഉറപ്പുകളാണ് വേണ്ടത്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കില്ല എന്നും ഇറാൻ്റെ സേനാവിന്യാസം, മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കില്ല എന്നും ഉള്ള പരസ്പരമുള്ള ഉറപ്പുകൾ കൂടി വേണം. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ, GCC മേഖലയിലെ 6 രാജ്യങ്ങൾ, അവർക്ക് വ്യക്തമായ ഉറപ്പുകൾ കിട്ടണം. ഇസ്രായേലിൽ നിന്ന് കിട്ടണം, ഇറാനിൽ നിന്ന് കിട്ടണം, അമേരിക്കയിൽ നിന്ന് കിട്ടണം. ഇറാനിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഈ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അമേരിക്കയാവും ഇവരെ സംരക്ഷിക്കുക എന്ന ഉറപ്പും ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സമഗ്രമായ മേഖലാ ഉറപ്പുകൾ ഒരു അന്തിമ കരാറിൻ്റെ ഭാഗമായി വന്നില്ല എങ്കിൽ ഈ കരാർ
കരാർ എന്നത് ഇപ്പോൾ വഞ്ചിതരുന്നൊക്കെ നിൽക്കുകയാണ്. കരാർ ഉണ്ടായാൽ തന്നെ അത് ശാശ്വതമാകണമെങ്കിൽ ഇസ്രയേൽ കൂടി സഹകരിച്ചേ മതിയാവൂ.